ഈ ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ട്രൈ ടു ആൻസർ മൈ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചൂസ് കറന്റ് അസറ്റ് ഓഫ് വെജിറ്റബിൾ മെർച്ചന്റ് ഫ്രം ദ ഫോളോയിങ്. ഒരു വെജിറ്റബിൾ മർച്ചന്റ്, വെജിറ്റബിൾ വിൽക്കുന്ന ഒരാളാണ്. അയാളുടെ കറന്റ് അസറ്റ് എന്താ നിങ്ങൾ പറയണം. ഓക്കെ, യു ഹാവ് ടു ഐഡന്റിഫൈ ദി കറന്റ് അസറ്റ്. ഓപ്ഷൻ എ ബിൽഡിംഗ്, ഓപ്ഷൻ ബി ഫർണിച്ചർ, option C stock of vegetable, option D weighing machine. You know what is it? Building, furniture, stock of vegetable, weighing machine, weight നോക്കുന്ന മെഷീൻ ആണ്. Which is a current asset? ഇതിൽ ഏതാണ് current asset? You can message or you can unmute and say which is a current asset. നഫീല സി പറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്ക് ഓഫ് വെജിറ്റബിൾ. Stock of vegetable. Stock of vegetable. Okay, so I'm locking this answer, stock of vegetable. This is the right answer because stock of vegetable and stock of goods ആണ് നമ്മൾ 3 മാസത്തിനുള്ളിൽ നമ്മളത് പെട്ടെന്ന് സെൽ ചെയ്ത് ഒഴിവാക്കണം. ലെസ് ദാൻ 1 year ഉണ്ട്. ബിൽഡിംഗ് ഫിക്സഡ് അസറ്റ് ആണ്, ഫർണിച്ചർ ഫിക്സഡ് അസറ്റ് ആണ്, വെയിങ് മെഷീനും ഫിക്സഡ് അസറ്റ് ആണ്. റൈറ്റ്, ഗുഡ് ആൻസർ. സോ അടുത്ത ചോദ്യം, നോട്ട്ബുക്ക് പർച്ചേസ്ഡ് ബൈ സ്റ്റേഷനറി ഷോപ്പ് കംസ് അണ്ടർ അസറ്റ് ഇൻകം പർച്ചേസ് ലയബിലിറ്റി. ഒരു സ്റ്റേഷനറി ഷോപ്പിലേക്ക് നമ്മൾ നോട്ട് ബുക്ക് വാങ്ങിക്കുന്നു. ഇത് ഏതാണ്? സ്റ്റേഷനറി ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ, സ്റ്റേഷനറി ഗുഡ്സ് വിൽക്കുന്ന ഷോപ്പാണ്. ഈ നോട്ടും പെൻസിലും പേനയൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. അവരെന്ത് ചെയ്യുന്നു? നോട്ട് ബുക്ക് വാങ്ങിക്കുന്നു. അത് എന്തായിട്ടാ കണക്കാക്കുക? അസറ്റ് ആണോ, ഇൻകം ആണോ, പർച്ചേസ് ആണോ, ലയബിലിറ്റീസ് ആണോ? സി അഗൈൻ സി വന്നിട്ടുണ്ട്, പർച്ചേസ്. Purchases. Yeah, purchases. Any other answer? Purchases. Okay, ഇത് നമ്മൾ നേരത്തെ ടെർമിനോളജി പഠിച്ച പോലെ പറഞ്ഞിട്ടുണ്ട്. ഗൂഡ്സ് പർച്ചേസ്ഡ് ഫോർ സെയിൽ, വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന ഗുഡ്സിനെ നമ്മൾ എന്താ വിളിക്കാം? പർച്ചേസ്ഡ് ആണ് വിളിക്കാം. സ്റ്റേഷനറി ഷോപ്പിനെ സംബന്ധിച്ച് അവരുടെ ഗുഡാണത്, അവർക്കത് വിൽക്കണം, വിറ്റ് ക്യാഷ് ആക്കേണ്ടതാണ്. സോ ദാറ്റ് ഇസ് കോൾഡ് പർച്ചേസസ്. റൈറ്റ് ആൻസർ. അക്കൗണ്ടിങ് മീൻസ് റെക്കോർഡിംഗ് ഓഫ് ഡാഷ്. ഫസ്റ്റ് നമ്മുടെ പഠിച്ചിട്ടുള്ള ഒബ്ജക്റ്റീവിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫീച്ചേഴ്സിനകത്ത് വരുന്ന ചോദ്യമാണ്. ഇക്കണോമിക് ട്രാൻസാക്ഷൻസ്, ഇക്കണോമിക് ഈവൻസ്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദീസ് അബവ്. ഇക്കണോമിക് ട്രാൻസാക്ഷൻ ഉണ്ട്, ഇക്കണോമിക് ഇവന്റ്സ് ഉണ്ട്, ബോത്ത് എ ആൻഡ് ബി ഉണ്ട്, നൺ ഓഫ് ദി അബവ്. വിച്ച് ഈസ് എ കറക്റ്റ് ആൻസർ? ബഷീർ ആൻസർ പറഞ്ഞ കറക്റ്റ് ആണ്, സി. റൈറ്റ്, സി അഗൈൻ സി. Both A and B. Yeah, that is the right answer. Both A and B. Why? Because economic transactions നമ്മൾ റെക്കോർഡ് ചെയ്യണം, റൈറ്റ്. കൂടെ നമ്മൾ ഇക്കണോമിക് ഇവന്റും റെക്കോർഡ് ചെയ്യണം. ഇക്കണോമിക് ഇവന്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷന്റെ റിസൾട്ടിനെയാണ് ഇവന്റ് എന്ന് വിളിക്കുക. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. പർച്ചേസ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ ആണ്. ആ ഗുഡ്സ് നമ്മുടെ എന്തായിട്ട് മാറും? സ്റ്റോക്ക് ആയിട്ട് മാറി. അപ്പൊ നമ്മൾ ഈ സ്റ്റോക്കിനെ റെക്കോർഡ് ചെയ്യണം, അതൊരു ഇവന്റ് ആണ്. അപ്പൊ രണ്ടും റെക്കോർഡ് ചെയ്യണം. നമ്മൾ അതാണ് ഡെഫിനിഷൻ പഠിച്ചത്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഓർ ഈവൻസ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് എന്ന് പഠിച്ചില്ലേ? ഓർ ഈവൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബോത്ത് എ ആൻഡ് ബി ആണ് കറക്റ്റ് ആൻസർ. Which of the following is not a fixed asset? Not a fixed asset എന്നാണ് ചോദിച്ചത്. Goodwill, stock of goods, furniture, land. Which is not a fixed asset? ഇതിൽ ഏതാണ് ഫിക്സഡ് അസറ്റ് അല്ലാത്തത്? You know these items. നമ്മൾ ടെർമിനോളജി പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ വേണ്ടി പറ്റണം. So 1 to 2 marks. Stock of goods. Yeah, very good. Stock of goods. Bashir is also writing. Stock of goods. B, right answer. Yes, B right answer ആണ്. ഓക്കെ, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ കറന്റ് അസറ്റ് ആണ്, ഫിക്സഡ് അസറ്റ് അല്ല. ഗുഡ്വിൽ ഫിക്സഡ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻടാഞ്ചിബിൾ. ഫർണിച്ചർ ഫിക്സഡ് ആണ്, ലാൻഡ് ഫിക്സഡ് ആണ്. എ പേഴ്സൺ ടു ഹും ദ ബിസിനസ് ഓസ് മണി ഈസ് കോൾഡ്. എ പേഴ്സൺ ടു ഹും ദ ബിസിനസ് ഓസ് മണി ഈസ് കോൾഡ്.
ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിക്കുന്ന ചോദ്യമാണ്. നമ്മൾ ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും പഠിച്ചിട്ടുണ്ട്. വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ? ക്രെഡിറ്റേഴ്സ് വന്നിട്ടുണ്ട് ഉത്തരമായിട്ട് ഫ്രം ആദിത്യൻ ജി. നാഫിലൈസ് ടൈപ്പിംഗ്. പേഴ്സൺ ടു ഹും ബിസിനസ് ഓസ് മണി എന്നാണ് പറഞ്ഞത്. യാ, ബി റൈറ്റ് ആൻസർ. എനിബഡി എൽസ്? ഫാത്തിമ ഹിബ, പി. Yeah, B. Yes. So, a person to whom the business owes money is always creditor. നമ്മൾ അതായത് ബിസിനസ് പുറമേ ഉള്ള ഒരാളുമായിട്ട് പൈസ അവർ കൊടുക്കേണ്ടതാണ്. ഓ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ക്രെഡിറ്റർ. ഈസ് എ ക്രെഡിറ്റർ. ആൻഡ് കോസ്റ്റ് ഇൻകേർഡ് ബൈ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് ഏർണിംഗ് റവന്യൂ ഇസ് കോൾഡ്. കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് ഏർണിംഗ് റവന്യൂ ഇസ് കോൾഡ് capital expenditure, expenses, capital asset. Expenses. Adityan ji, very correct answer. Very good. B. Expenses ആണ് വരുന്നത് അല്ലേ? So Nafila's typing. എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ എക്സ്പെൻസ് വിളിക്കുന്നത്? സോ റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി ചെലവാക്കുന്നതാണ് എക്സ്പെൻസ് വിളിക്കുന്നത്. ഇവിടെ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മുടെ ആൻസറിനകത്തുണ്ട്, അതിനകത്തുണ്ട്, ഓപ്ഷനകത്തുണ്ട്. പക്ഷേ അത് നമ്മൾ ഇമ്മീഡിയറ്റ് റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മളത് ചെലവാക്കുന്നത്, അല്ലെ, ലോങ് ടേമിലേക്കാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് എക്സ്പെൻസസ്. ഓക്കെ, ആദിത്യൻ ജി കറക്റ്റ് ആൻസർ ആണ്, എക്സ്പെൻസസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് എൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ, ഫിക്സഡ് അസറ്റിന്റെ ടൈപ്പ് ആണെന്ത്, ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഓപ്ഷൻസ് ഗുഡ് വിൽ ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്, ക്യാഷ് ഉണ്ട്, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഉണ്ട്. വിച്ച് ഈസ് ദ റൈറ്റ് ആൻസർ? അഫിയാസ് എ. യെസ്, goodwill. Okay, right. Adityan ji, goodwill. Okay, so very good. Intangible ആണ് അല്ലേ, which we cannot see nor touch. നമുക്ക് തൊടാനും കാണാനും പറ്റില്ല, but we can feel it. പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അധികം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ഗുഡ്വിൽ. സോ ദാറ്റ് ഈസ് എൻ അസറ്റ്. റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. യാ, റൈറ്റ് ആൻസർ. ബഷീർ കറക്റ്റ് ആൻസർ ആണ്. അഫില ഈസ് ഓൾസോ റൈറ്റിംഗ്, ഐ തിങ്ക് ഇറ്റ് ഈസ് എ. സോ ദാറ്റ് ഈസ് റൈറ്റ് ആൻസർ. ഗുഡ്വിൽ ആണ് നമ്മുടെ ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇപ്പൊ പാറ്റന്റ് വന്നാൽ എഴുതണം, കോപ്പിറൈറ്റ് വന്നാൽ എഴുതണം. അതൊക്കെ എന്താണ്, എക്സാമ്പിൾ ആണ് കേട്ടോ. ഇൻടാഞ്ചിബിൾ അസറ്റ് എക്സാമ്പിൾ ആണ്. ദെൻ അടുത്തത് ചോദ്യം, ക്യാഷ് ഓർ അതർ അസറ്റ് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇൻ ദ ബിസിനസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ടേം പഠിപ്പിക്കുന്ന സമയത്ത് എക്സാമിന് ചോദിക്കുന്നതാണ്. ക്യാഷ് ഓർ അതർ അസറ്റ് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ദ ബിസിനസ് ഇസ് കോൾഡ്, ദാറ്റ് ഈസ് യാ എ, ക്യാപിറ്റൽ. യെസ്, ക്യാപിറ്റൽ. ബി ഏതിന്റെയാണ്? ഫിക്സഡ് അസറ്റ് ആരാട്ടത്? ക്യാപിറ്റൽ, ബി റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ, ക്യാപിറ്റൽ ആണ് വരുന്നത്. സോ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയാണെന്ത്, ക്യാപിറ്റൽ ടു ദ ബിസിനസ്. അതെങ്ങനെ വന്നാലും നമ്മൾ ക്യാപിറ്റൽ എഴുതുക, ഗുഡ്സ് ആണെങ്കിലും അതേപോലെ അസറ്റ് ആണെങ്കിലും. റൈറ്റ്. ദ പേഴ്സൺ ഹു ഓസ് മണി ടു ദ ബിസിനസ് ഈസ് നോൺ ആസ്, റൈറ്റ് ദി ആൻസർ. The person who owes money to the business. Yeah, debtor. Option A, debtor ഉണ്ട്, creditor ഉണ്ട്, partner ഉണ്ട്, none of these ഉണ്ട്. So right answer is debtor from Adityan Ji. Nafia is also writing A. A is the correct answer. Okay, so debtors ആണ് നമ്മുടെ, the person who owes money to the business. ബിസിനസിന് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത് ഡെറ്റർ ആണ്. ഇത് മാറിപ്പോയത്, ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും നമുക്ക് റെക്കറിംഗ് ആയിട്ട് ചോദിക്കുന്നതാണ്, 1 മാർക്ക് ചോദിക്കുന്നതാണ്. 1 മാർക്ക് മിസ് ചെയ്യരുത്. പിക്ക് ദ റോങ് പെയർ. നിങ്ങൾ റോങ് പെയറിനെ പിക്ക് ചെയ്യണം. പെയർ നമ്പർ 1 ലാൻഡ് ബിൽഡിംഗ്, പെയർ നമ്പർ 2 ക്യാഷ് സ്റ്റോക്ക്, ഡെറ്റേഴ്സ് മെഷീനറി ആൻഡ് കോപ്പിറൈറ്റ് പാറ്റന്റ്. ആദ്യത്തിന് ഒരു ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. യാ, നഫിയ സി ഇട്ടിട്ടുണ്ട്. യെസ്, ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് ഡെറ്റേഴ്സ് ആൻഡ് മെഷീനറി. എന്തുകൊണ്ടാണെന്ന് കൂടി പഠിച്ചു നോക്കുക. ഡെറ്റേഴ്സ് കറന്റ് അസറ്റ് ആണ്, മെഷീനറി ഫിക്സഡ് അസറ്റ് ആണ്.
ലാൻഡ് ബിൽഡിംഗ് രണ്ടും ഫിക്സഡ് ആണ്. ക്യാഷ് സ്റ്റോക്ക് രണ്ടും കറന്റ് ആണ്. കോപ്പിറൈറ്റ് പേറ്റന്റ് രണ്ടും ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ബട്ട് ഇവിടെ റോങ് ആയിട്ടുള്ള പേരാണ്. റൈറ്റ് ആൻസർ സി, ബഷീർ ഇട്ടത് റൈറ്റ് ആൻസർ ആണ്. ഡെറ്റേഴ്സ് ആൻഡ് മെഷീനറി. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ബിസിനസ് ട്രാൻസാക്ഷൻ? റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ബോട്ട് മോട്ടോർ കാർ ഫോർ ദ ബിസിനസ് 1 lakh. പെയ്ഡ് എംപ്ലോയി സാലറി 1000. പെയ്ഡ് സൺസ് ഫീസ് ഫ്രം ബിസിനസ് 2000. പെയ്ഡ് സൺസ് ഫീസ് ഫ്രം ഹിസ് പേഴ്സണൽ അക്കൗണ്ട് 2000. ഇതിലേതാണ് ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലാത്തത്? AG ആദ്യത്തിന് ഇട്ടത് ഡി ആണ്. എനി അതർ ഓപ്ഷൻസ്? ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഡി ആണ്. ബഷീർ ഇട്ട ഡി ആണ് കറക്റ്റ് ആൻസർ ആണ്. കാരണം പെയ്ഡ് സൺസ് ഫീസ് ഫ്രം ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. പെയ്ഡ് സൺസ് ഫീസ് ഫ്രം പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്വന്തം കയ്യിൽ നിന്ന് പോക്കറ്റിന് എടുത്ത് കൊടുക്കുന്നതാണ്. ദാറ്റ് ഈസ് എ പേഴ്സണൽ ട്രാൻസാക്ഷൻസ്. ഓക്കെ, ബാക്കിയുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അവർ നോട്ട് ചെയ്ത് വെക്കുക. ലാസ്റ്റ് ഞാൻ ഈ ആൻസർ കീ അടക്കമുള്ള നോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു. ക്ലാസിഫൈ ദി ഫോളോയിങ് അസറ്റ് ഇൻടു കറന്റ് അസറ്റ് ആൻഡ് നോൺ കറന്റ് അസറ്റ്. ഇങ്ങനെ ചോദിക്കാറുണ്ട്. 2 മാർക്കിനാണ് ചോദിക്കുക. ക്ലാസിഫൈ ദ ഫോളോയിങ് അസറ്റ് ഇൻടു കറന്റ് അസറ്റ് ആൻഡ് നോൺ കറന്റ്. നമ്മളിതിനെ കറണ്ടും നോൺ കറണ്ടുമായിട്ട് ക്ലാസിഫൈ ചെയ്യണം. അപ്പൊ CA കറന്റ് അസറ്റ്, നോൺ കറന്റ് അസറ്റ് നമ്മൾ ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോന്നായിട്ട് എഴുതുക. ഇതിൽ ഏതൊക്കെയാണ് കറന്റ് അസറ്റ് നോക്കിക്കോളൂ, ഏതൊക്കെയാണ് നോൺ കറന്റ്, ഫിക്സഡ് ഏതൊക്കെയാണ് നമ്മൾ എഴുതി കൊടുത്താൽ മതി. ഇത് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതേപോലത്തെ ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ വർഷവും. ക്യാഷ് ഇൻ ഹാൻഡും ഡെറ്റേഴ്സും. ക്യാഷ് ഇൻ ഹാൻഡ് എന്ത് അസറ്റ് ആണ്? കറന്റ് അസറ്റ്. ഫാത്തിമ ടൈപ്പിംഗ് ആണ്. ഡെറ്റേഴ്സ് കറന്റ് അസറ്റ് ആണ്. ഫർണിച്ചർ നോൺ കറന്റ് അസറ്റ് ആണ്. പേറ്റന്റും നോൺ കറന്റ് അസറ്റ് ആണ്. അപ്പൊ നമ്മൾ കറന്റ് അസറ്റിന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ക്യാഷ് ഇൻ ഹാൻഡ്, ഡെറ്റേഴ്സ്. നോൺ കറന്റ് അസറ്റിന് അണ്ടർലൈൻ എന്ത് കൊടുക്കുക? ഫർണിച്ചർ ആൻഡ് പാറ്റന്റ്. റൈറ്റ്. സോ cash in hand, current asset, cash in hand, debtors. Very good, very good, very good. Fatima Iba and Adithin ഇട്ടതും കറക്റ്റ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഇങ്ങനെ ചോദ്യം വന്നാൽ നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. നമ്മൾ ടേംസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള എല്ലാ ചോദ്യവും അറ്റൻഡ് ചെയ്യാം. മാക്സിമം അവിടുന്ന് വരുന്ന ചോദ്യം 3 മാർക്സ്, ഒരു 1 മാർക്ക് ചോദ്യവും ഒരു 2 മാർക്സ് കോഴ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആവാം, മാച്ച് ദി ഫോളോയിങ് ആവാം, അല്ലെങ്കിൽ ഇതേപോലെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാവാം. നെയിം ദ ഫോളോയിങ്. നിങ്ങൾ ഇതിന്റെ പേര് കൊടുക്കുക. ഇതും 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ ഫോളോയിങ്. വിത്ത്ഡ്രോവൽ ഓഫ് മണി ബൈ ദി ഓണർ ഫ്രം ദ ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ്. എന്താണ് നമ്മൾ പറയുക ഇതിനെ? അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് പറയാ. വിത്ത്ഡ്രോവൽ ഓഫ് മണി ബൈ ദി ഓണർ ഫ്രം ദ ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ്. പറഞ്ഞോളൂ. എന്റെ പേരെന്താണ്? നമ്മൾ അതിന് നെയിം ആണ് കൊടുക്കേണ്ടത്. വോയിസ് കുറവാണോ? യു ക്യാൻ നെയിം ദാറ്റ് മീൻ. ജസ്റ്റ് അതിന്റെ പേര് മാത്രം പറഞ്ഞാൽ മതി. Withdrawal of money by the owner from the business for personal use. Drawings. Very good. Drawings ആണ് correct answer വരിക. Drawings. Drawings. Just unmute and say the amount of goods lying unsold at the end of an accounting period. Accounting period ന്റെ അവസാനം വിൽക്കാതെ ബാക്കി നിൽക്കുന്ന ഗുഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? Closing stock. Very good, very good. Closing stock. Very good. Closing stock. സ്റ്റോക്കിന് എതിർത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് തന്നെ എഴുതണം. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞുകൊണ്ട്. റൈറ്റ്. നാഫി ഈസ് റൈറ്റ്. ആദിത്യൻ റൈറ്റ്. ഓക്കെ. എക്സസ് ഓഫ് ഇൻകം ഓവർ ദി എക്സ്പെൻഡിച്ചർ ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. എക്സസ് ഓഫ് ഇൻകം ഓവർ ദി എക്സ്പെൻസ്. റവന്യൂ വന്നിട്ടുണ്ട്. റവന്യൂ ഇസ് നോട്ട് ദ റൈറ്റ് ആൻസർ. എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. എക്സ്പെൻസിനേക്കാൾ കൂടുതൽ ഇൻകം വന്നാൽ നമ്മൾ എന്താ വിളിക്കുന്നത്? റൈറ്റ്. പ്രോഫിറ്റ്. കറക്റ്റ് ആണ്. യെസ്, റൈറ്റ് ആൻസർ.
പ്രോഫിറ്റ് ആണ് വരിക. ദാറ്റ് ഈസ് കോൾഡ് പ്രോഫിറ്റ്. ഓക്കെ, റൈറ്റ് ആൻസർ പ്രോഫിറ്റ് ആണ് വരിക. ദ ഡോക്യുമെന്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിന്റെ സപ്പോർട്ടായിട്ട് നമ്മൾ വെക്കുന്ന ഡോക്യുമെന്ററി എവിഡൻസിന്റെ പേരെന്താണ്? മേ ബി യു നോ, വൗച്ചർ എക്സാമ്പിൾ ആണ്, റൈറ്റ് ആൻസർ ആണ്, പക്ഷെ അത് എക്സാമ്പിൾ ആണ്. വൗച്ചർ ഈസ് എൻ എക്സാമ്പിൾ. Again, Adityan also writing that is an example of നമ്മൾ ഈ ഡോക്യുമെന്റ് ഒരു പേരുണ്ട്, ആ പേരാണ് വേണ്ടത്. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. അതെന്താണെന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾ ക്യാഷ് മെമ്മോ വൗച്ചർ ഒക്കെ നമുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അതിന്റെ പേരെന്താണ്? പേര് സോഴ്സ് ഡോക്യുമെന്റ് ആണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞതൊക്കെ സോഴ്സ് ഡോക്യുമെന്റിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ ആ ക്യാഷ് മെമ്മോ വൗച്ചർ നമുക്ക് അവിടെ എന്തെങ്കിലും നമുക്ക് മാർക്ക് കിട്ടില്ല. ഈ ചോദ്യം ഇങ്ങനെ ആയതുകൊണ്ട് എന്താ പേര്? ദ ഡോക്യുമെന്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ. ദാറ്റ് ഈസ് കോൾഡ് സോഴ്സ് ഡോക്യുമെന്റ്. സോഴ്സ് ഡോക്യുമെന്റ് എക്സാമ്പിൾ ആണെന്ത്? വൗച്ചേഴ്സ്, ക്യാഷ് മെമ്മോസ്, ചെക്ക് ഒക്കെ. യാ റൈറ്റ്. നൗ ഐ എം മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ സീരീസ്. ഈ ചാപ്റ്ററിൽ നിന്ന് മാക്സിമം വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. കംപ്ലീറ്റ് ദ സീരീസ് ഫ്രം ദി ഐറ്റംസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. റവന്യൂ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ റെസീറ്റ്, ക്യാപിറ്റൽ റെസീറ്റ്, ബാങ്ക് ലോൺ, മെഷീനറി, സാലറി, റെന്റ് റിസീവ്ഡ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. ഇഫ് യു ക്യാൻ, യു ജസ്റ്റ് അൺമ്യൂട്ട് ആൻഡ് സേ റവന്യൂ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിൾ ഇതിനകത്ത്. ഇതിൽ ഏതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ? ബാങ്ക് ലോൺ, മെഷീനറി, സാലറി, റെന്റ് റിസീവ്ഡ്. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. സാലറി, റൈറ്റ് ആൻസർ സാലറി ആണ്. ബഷീർ പറഞ്ഞ ആൻസർ സാലറി, റൈറ്റ് ആൻസർ. റവന്യൂ എക്സ്പെൻഡിച്ചർ സാലറി ആണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ കയ്യിൽ നിന്ന് പൈസ പുറത്തേക്ക് പോകുന്നതാണ്, ദാറ്റ് ഈസ് സാലറി. ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ലോങ് ടേമിലേക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്. ബാങ്ക് ലോൺ ഉണ്ട്, മെഷീനറി ഉണ്ട്, സാലറി വേണ്ട, റെന്റ് റിസീവ്ഡ് ഉണ്ട്. ലോങ് ടേമിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്ന ചെലവാക്കുന്ന പൈസ. എമൗണ്ട് സ്പെൻഡ് ഫോർ ലോങ് ടേം. യാ വെരി ഗുഡ്. മെഷീനറി. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എക്സാമ്പിൾ ആണെന്ത്? മെഷീനറി. ആൻഡ് റവന്യൂ റെസീറ്റ് നമ്മുടെ ചെറിയൊരു വരുമാനം വിത്തിൻ നമുക്ക് റെക്കറിംഗ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന. ആദ്യത്തെ ആൻസർ കറക്റ്റ് ആണ്. യാ വെരി ഗുഡ്. റെന്റ് റിസീവ്ഡ്. റവന്യൂ റെസീറ്റിന് എക്സാമ്പിൾ ആണെന്ത്? റെന്റ്. യാ റെന്റ് റിസീവ്ഡ്. നേരത്തെ റെന്റ് പെയ്ഡ് ആണെങ്കിൽ നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് കണക്കാക്കായിരുന്നു. റവന്യൂ റെസീറ്റ് ആണ്, റെന്റ് റിസീവ്ഡ് ആണ്. ക്യാപിറ്റൽ റെസീറ്റിന് എക്സാമ്പിൾ ലോങ് ടേമിലേക്ക് നമുക്ക് കിട്ടുന്ന എമൗണ്ട് നമ്മൾ കുറെ കാലം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. യാ വെരി ഗുഡ്. ഒന്ന് മാത്രമേ ബാലൻസ് ഉള്ളൂ, ദാറ്റ് ഈസ് ബാങ്ക് ലോൺ ആൻഡ് ദാറ്റ് ഈസ് റവന്യൂ ക്യാപിറ്റൽ റെസീറ്റ്. സോ റവന്യൂ റെസീറ്റ്, ക്യാപിറ്റൽ റെസീറ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നുള്ള ടെർമിനോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യം എക്സാമിന് ഉറപ്പിക്കാം. അതുകൊണ്ട് നിങ്ങളിത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വാട്ട് ഈസ് ഇറ്റ്? ഓക്കെ. അക്കൗണ്ട് ഇക്വേഷൻ ചാപ്റ്റർ നമ്പർ 2ലേക്ക് പോവാണ് നമ്മൾ. വളരെ വേഗത്തിൽ നമ്മൾ ഇത് സോൾവ് ചെയ്യും. നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതായിരിക്കും, അത് ഉറപ്പാണ്. അപ്പൊ അത് എങ്ങനെയായാലും നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യണം. ഇപ്പൊ ജേണൽ ചെയ്താൽ വരാറുണ്ട്. ജേണൽ വളരെ റെയർ ആയിട്ട് ഒരു ജേണൽ എഴുതാൻ വേണ്ടി വരാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 2-3 ജേണൽ തരും. എന്നിട്ട് അതിനകത്ത് ഡെബിറ്റ് മിസ്സിംഗ് ആയിരിക്കും, നിങ്ങൾ ഡെബിറ്റ് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ ക്രെഡിറ്റ് മിസ്സിംഗ് ആയിരിക്കും, നമ്മൾ ക്രെഡിറ്റ് ഫില്ല് ചെയ്യുക. ഒരു മാർക്കും ചോദിക്കാറുണ്ട്. അതിനേക്കാൾ കൂടുതൽ സാധ്യതയുള്ള ഒന്നാണ് എന്ത്? അക്കൗണ്ടിങ് ഇക്വേഷൻ. എങ്ങനെയാണ് സോൾവ് ചെയ്യുക നമ്മൾ വേഗം പറയാൻ പോവാണ്. 2 ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം, പ്രീവിയസ് ഇയർ ചോദിച്ച. സോ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് അസറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഇതിന്റെ ലോജിക് ഇത്രയേ ഉള്ളൂ. ഒരു ബിസിനസ്സിനകത്ത് കയറുന്ന അസറ്റുകൾ, ആസ്തികൾ, സ്വത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്, അതെവിടെയാണ് നമ്മൾ വാങ്ങുന്നത്, എന്ത് പണം ചെലവാക്കിയാൽ നമ്മൾ ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ, ഒന്ന് മുതലാളി കൊണ്ടുവന്ന ക്യാപിറ്റൽ നമ്മൾ ചെലവാക്കും, 2 നമ്മൾ കടം വാങ്ങിക്കും, അല്ലെ?
മുതലാളി കൊണ്ടുവന്ന പൈസ നമ്മൾ എടുക്കുന്നത് ക്യാപിറ്റലാണ്. ദെൻ നമ്മൾ പുറമേ നിന്ന് കടം വാങ്ങിക്കും. ദാറ്റ് ഈസ് കോൾഡ് ലയബിലിറ്റി. നമ്മളെ സംബന്ധിച്ച് അത് ലയബിലിറ്റിയാണ്. ഓക്കെ ഓക്കെ നമ്മളെ സംബന്ധിച്ച് അത് ലയബിലിറ്റിയാണ്. സോ അസറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണർ കൊണ്ടുവരുന്നതാണ്. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേ നിന്ന് കടം വാങ്ങുന്നതാണ്. നിങ്ങൾ ഇതിന്റെ ലോജിക്ക് ഇത്ര ആലോചിച്ചാൽ മതി. കയ്യിലുള്ള പൈസ ഓണറിന്റെ പൈസ, ദെൻ പുറമേ നിന്ന് വാങ്ങിച്ച കടം, ഇത് രണ്ടും കൂടെ ചെലവാക്കിയിട്ടാണ് നമ്മൾ അസറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. അത് ബിസിനസ്സിനകത്ത് നമ്മൾ എത്ര ട്രാൻസാക്ഷൻ നടന്നാലും അത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതൊരു സയന്റിഫിക് ഇക്വേഷൻ ആണ്. ആൻഡ് ഈ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു പ്രിൻസിപ്പിൾ പ്രകാരമാണ്. അതും കൂടി ഓർത്ത് വെച്ചേക്കുക, ഡുവാലിറ്റി പ്രിൻസിപ്പിൾ. നമുക്ക് ടൈം ഉണ്ട് എന്ന് നമ്മൾ തിയറി ബേസും കൂടെ വേഗം പറഞ്ഞു പോകും. അപ്പൊ ഡുവാലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരമാണ് നമ്മൾ ഈ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് അസറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഈ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ട്രാൻസാക്ഷൻസിനെ നമ്മൾ എഴുതി നോക്കാറുണ്ട്. എപ്പോഴും ഇക്വേഷൻസ് കറക്റ്റ് ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറയും. 3 മാർക്സിന് എന്തായാലും ചോദിക്കുന്നതാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അസറ്റുകൾ ഐഡന്റിഫൈ ചെയ്യണം, ലയബിലിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്യണം ട്രാൻസാക്ഷൻസിനാണ്. അത് വേഗം പറയാം. ഇനി പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇത് വന്നൊരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അസറ്റ് ഈസ് ഈക്വൽ ടു ഡാഷ് പ്ലസ് ഡാഷ്. നമുക്കത് സിമ്പിൾ ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. ഈ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയം ഒന്ന് മാറ്റി എഴുതി വെക്കുക. അപ്പോൾ ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റി. ഇത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. കാരണം ഇതും ഫില്ലിൻ ദ ബ്ലാങ്ക്സ് വരാറുണ്ട്, ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാറുണ്ട്. നമുക്ക് ഇക്വേഷൻ എങ്ങനെ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. സോ ബി ഫെമിലിയർ വിത്ത് ദിസ് ഇക്വേഷൻ. അസറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. നൗ ലെറ്റ്സ് ലേൺ ഹൗ ടു സോൾവ് ദിസ് ഇക്വേഷൻ. ഇതാണ് ചോദ്യം. ഇങ്ങനെ ചോദ്യം വന്നാൽ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? ചോദ്യം ഞാൻ വായിക്കാം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. തിങ്ക് ഇറ്റ് ഈസ് ഇൻ 2020 or 2019. Accounting equation forms the basis of accounting process. Right. Prove that the accounting equation is satisfied in all following transactions. നേരത്തെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചോളാം. എനി ട്രാൻസാക്ഷൻസ് തന്നാലും അത് എപ്പോഴും അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ്ഡ് ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമുക്ക് അത് ഓരോന്നിനെ അപ്രോച്ച് ചെയ്ത് നോക്കാം. മിസ്റ്റർ സുരേഷ് കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. someone started business with cash. ഇവിടെ നമുക്ക് ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ ഇവിടെ ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ട്രാൻസാക്ഷൻസിന് ഒരു കോളം കൊടുക്കുക, അസറ്റിന് ഒരു കോളം കൊടുക്കുക, ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റിക്ക് ഒരു കോളം കൊടുക്കുക. അസറ്റ് നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യണം. നമുക്ക് നമ്മുടെ ചോദ്യത്തിലുള്ള അസറ്റിനൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. ക്യാപിറ്റൽ സ്പ്ലിറ്റ് ചെയ്യാൻ ഉണ്ടാവില്ല, ഒന്നേ ഉണ്ടാവുള്ളൂ. ലയബിലിറ്റീസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ചോദ്യം വായിച്ചതിന് ശേഷം ഇതിനകത്തുള്ള അസറ്റിനെയും ലയബിലിറ്റിനെയും നമ്മൾ കണ്ടെത്തണം. അപ്പൊ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ പ്രകാരം നമുക്ക് എന്തൊക്കെ അസറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ നോക്കൂ. ഒരാള് ബിസിനസ് ക്യാഷ് വെച്ച് തുടങ്ങി എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ആര് വന്നു? ക്യാഷ് വന്നു, അല്ലെ? സോ നമ്മുടെ കയ്യിൽ ഒരു അസറ്റ് കയറിയിട്ടുണ്ട്. അസറ്റിന്റെ പേര് ക്യാഷ് എന്നാണ്. ഓക്കെ, റൈറ്റ്. ആൻഡ് ഓൾസോ ക്യാപിറ്റൽ. വെരി ഗുഡ്. ക്യാപിറ്റൽ വിച്ച് മീൻസ് ഓണർ ബിസിനസ്സിലേക്ക് എന്ത് കൊണ്ടുവന്നാലും വാട്ട് എവർ ഷീ ബ്രിങ്സ് ഓർ ഹി ബ്രിങ്സ് ഇൻ ദ ബിസിനസ്, that is called capital, right? So capital ആണ്. അപ്പൊ ക്യാഷും ക്യാപിറ്റലും നമുക്ക് കയറിയിട്ടുണ്ട്. ക്യാപിറ്റൽ നമുക്കത് എടുത്ത് ഇവിടേക്ക് എഴുതാം. അസറ്റിനകത്ത് ഒരാൾ കയറിയിട്ടുണ്ട്, ക്യാഷ് എന്നൊരു ഐറ്റം കയറിയിട്ടുണ്ട്. ക്യാപിറ്റൽ ഓൾറെഡി ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാനത് ജസ്റ്റ് താഴേക്ക് എടുത്ത് എഴുതിയതേ ഉള്ളൂ. ഓക്കെ, ക്യാപിറ്റൽ. രണ്ടാമത്തെ കാര്യം, പർച്ചേസ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ്. നോക്കൂ, നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, ഗുഡ്സ് വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിയത് കടത്തിനാണ്. ഗുഡ്സ് വാങ്ങിയാൽ നമ്മുടെ കയ്യിൽ വരുന്ന അസറ്റിന്റെ പേരെന്താണ്? എനിബഡി ക്യാൻ ആൻസർ ഇറ്റ്? നിങ്ങൾ ഗുഡ്സ് വാങ്ങിക്കുന്നു. ആക്ച്വലി വി ആർ ബൈയിങ് ഗുഡ്സ് ഫോർ റീസെയിൽ. നമ്മൾ വിൽക്കാൻ വേണ്ടിയാണ് ഗുഡ്സ് വാങ്ങുന്നത്. വെരി ഗുഡ്. സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട്. ആറ് സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ നേരത്തെ ടെർമിനോളജി പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാധനം വാങ്ങിച്ചാൽ സ്റ്റോക്ക് എന്നാണ് പറയാ. നമ്മൾ അതിനെ സ്റ്റോക്ക് എന്നാണ് വിളിക്കേണ്ടത്. സ്റ്റോക്ക്, വി ഗോട്ട് സ്റ്റോക്ക്. ഇവിടെ ക്രെഡിറ്റ് ആയതുകൊണ്ട് കടത്തിന് വാങ്ങിച്ചു. ആലോചിച്ച് നോക്കുക, ഞാൻ ഒരാളോട് കടത്തിന് ഈ സാധനം വാങ്ങിച്ചാൽ ഞാൻ ഇയാൾക്ക് പൈസ കൊടുക്കണം. പൈസ കൊടുക്കാനുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? യാ, വെരി ഗുഡ്, ക്രെഡിറ്റർ. യാ, ക്യാപിറ്റൽ നാഫില പറഞ്ഞിട്ടുണ്ട്, ക്രെഡിറ്റർ. റൈറ്റ് ആൻസർ. സോ ക്രെഡിറ്റർ. ഇപ്പൊ ഞാനിവിടെ ക്യാഷ് വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ ആരും കൂടെ വന്നിട്ടുണ്ട്? സ്റ്റോക്ക് എന്നൊരു ഐറ്റം കൂടെ വന്നിട്ടുണ്ട്.
ലയബിലിറ്റി ആയിട്ട് നമുക്ക് ഒരാളെ കയറി കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ക്രെഡിറ്റേഴ്സ്. ആൻഡ് ട്രാൻസാക്ഷൻ നമ്പർ 3 പെയ്ഡ് റെന്റ് കൊടുക്കുമ്പോൾ അവിടെ വരുന്ന ആള് ക്യാഷ് മാത്രമാണ്. റെന്റ് എന്ന് പറഞ്ഞ ഒരു എക്സ്പെൻസ് ആണ്. ദാറ്റ് ഈസ് നോട്ട് അസെറ്റ്, ദാറ്റ് ഈസ് നോട്ട് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് നോട്ട് ലയബിലിറ്റി. റെന്റ് ഈസ് എൻ എക്സ്പെൻസ്. പക്ഷെ നിങ്ങൾ ഓർത്ത് വെച്ചോളുക, എക്സ്പെൻസ് കൊടുക്കുമ്പോൾ സിമ്പിൾ ലോജിക് ആണ്. നമ്മളൊരു ചെലവ് നടത്തുന്ന സമയത്ത് ഒരു എക്സ്പെൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ വന്നാൽ നിങ്ങളെ പ്രോഫിറ്റ് കുറയും, റൈറ്റ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലാഭം കുറയല്ലേ ചെയ്യുന്നത്? എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ലാഭം കുറയാ ചെയ്യുന്നത്. എക്സ്പെൻസ്, ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാഭം എന്ത് ചെയ്യും? കൂടും. എക്സ്പെൻസ് വരുമ്പോൾ നമ്മുടെ ലാഭം എന്ത് ചെയ്യും? കുറയും. ലാഭം കുറഞ്ഞാൽ അത് ആരെയാണ് ബാധിക്കുക? ക്യാപിറ്റലിനെയാണ് ബാധിക്കുക, ഓണറിനെയാണ് നഷ്ടം. കാരണം നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള ലാഭം എടുത്തിട്ട് ആർക്കാ കൊടുക്കുന്നത്? ക്യാപിറ്റലിലേക്കാണ് കൊടുക്കുന്നത്, ഓണറിനാണ് കൊടുക്കുന്നത്. നിങ്ങൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ ക്യാപിറ്റലിനെ കൂടെ കൂട്ടിയിട്ടുണ്ടാവും, ലാസ്റ്റ് ചാപ്റ്റർ ഓർമ്മയുണ്ടല്ലേ? സിമിലർലി ലാഭം കുറയുന്ന ഓർത്ത് വെച്ചേക്കാം, അത്ര മാത്രം ഇപ്പോൾ ഓർത്താൽ മതി. എക്സ്പെൻസ് വന്നാൽ ലാഭം കുറയും, റൈറ്റ്? ലാഭം കുറഞ്ഞാൽ അത് ആരെ ബാധിക്കും? ക്യാപിറ്റലിനെ ബാധിക്കും, ക്യാപിറ്റൽ കുറയും. സോ എക്സ്പെൻസ് വന്നാൽ ക്യാപിറ്റൽ കുറയുന്ന ആലോചിച്ച് വെച്ചോളാം. ഇൻകം വന്നാൽ ക്യാപിറ്റൽ കൂടുന്നു. നൗ ലാസ്റ്റ് ട്രാൻസാക്ഷൻ, സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് 6500 ഓൺ ക്രെഡിറ്റ് ഫോർ 8000. 3 കാര്യങ്ങൾ വരുന്നുണ്ട്, ശ്രദ്ധിച്ചോളാം. സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് 6500, ഗുഡ്സ് വിറ്റു, അപ്പൊ നമ്മളെ സ്റ്റോക്കിനെ ബാധിക്കും. സ്റ്റോക്ക് താഴോട്ടേക്ക് പോകും, റൈറ്റ്? വി ആർ സെല്ലിംഗ് ഗുഡ്സ്, നമ്മൾ സാധനം എടുത്ത് വിൽക്കുകയാണ്, സ്റ്റോക്ക് കുറയുന്നു. സെക്കൻഡ് വൺ, ക്രെഡിറ്റിനാണ് വിറ്റത്. ക്രെഡിറ്റിന് വിറ്റാൽ അവിടെ ആര് കയറി വരും? നമ്മളൊരു സാധനം ക്രെഡിറ്റിന് വിട്ടു, നമുക്ക് ക്യാഷ് കിട്ടാനുണ്ട്, വി ഹാവ് ടു റിസീവ് മണി, പൈസ നമുക്ക് കിട്ടാനുണ്ട്. നമ്മൾ ആരെ വിളിക്കുന്ന പേരാണെന്ത്? ഡെറ്റേഴ്സ്. ഇപ്പൊ ഡെറ്റേഴ്സ് വന്നു, റൈറ്റ്? ഡെറ്റേഴ്സ് എന്നൊരാൾ വന്നു. ഡെറ്റർ, വെരി ഗുഡ്, ഡെറ്റർ വന്നു. 8000 രൂപയ്ക്കാണ് നമ്മൾ വിറ്റത്. നോക്കൂ, 6500 സാധനം 8000 വിറ്റാൽ അവിടെ നമുക്ക് എന്തുണ്ടാവും? വി ഗോട്ട് പ്രോഫിറ്റ്. എത്ര ഉണ്ടാവും പ്രോഫിറ്റ്? 8000 രൂപയ്ക്ക് നമ്മൾ സാധനം വിൽക്കുന്നു, 6500 സാധനമാണ്, വിച്ച് മീൻസ് 1500 പ്രോഫിറ്റ്. ക്യാപിറ്റൽ കൂടും. വെരി ഗുഡ്, വെരി ഗുഡ്, ക്യാപിറ്റൽ കൂടും, വിച്ച് മീൻസ് നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ വർദ്ധിക്കുന്ന ഐറ്റമാണ്. ഓക്കെ, സോ ക്യാപിറ്റൽ കൂടുന്ന ഐറ്റമാണ്. നമുക്കിത് പെട്ടെന്ന് സോൾവ് ചെയ്യാം. നമുക്ക് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു അസറ്റും കൂടെ കയറിയിട്ടുണ്ട്. ഡെറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു അസറ്റും കൂടെ വന്നിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ, കമൻസ്ഡ് ബിസിനസ്. ഞാൻ അത് ഷോർട്ട് ആക്കിയതാണ്. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ കുറച്ച് ലെങ്തിയിൽ ഇവിടെ സ്പേസ് കൊടുത്താൽ മതി. ട്രാൻസാക്ഷൻസ് കോളം കുറച്ച് ലെങ്തി ആക്കുക കേട്ടോ. കമൻസ്ഡ് ബിസിനസ് വരുമ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് കൂടുന്നു, 40,000 രൂപ ക്യാഷ് കൂടുന്നു. സ്റ്റോക്കിൽ മാറ്റമൊന്നും വരുന്നില്ല, ഡെറ്റേഴ്സിൽ മാറ്റമൊന്നും വരുന്നില്ല. ക്യാപിറ്റൽ 40,000 കൂടുന്നു, ക്രെഡിറ്റേഴ്സിനകത്ത് മാറ്റമൊന്നും വരുന്നില്ല. ഓക്കെ, 2500 പ്രോഫിറ്റ്. 1500 അല്ല പ്രോഫിറ്റ്, 1500 പ്രോഫിറ്റ് വരിക. ഹാഫ് ചെയ്യാം. 8000 എന്ന് പറയുമ്പോൾ 8000 മൈനസ് 6500 എന്ന് പറയുമ്പോൾ 1500 പ്രോഫിറ്റ് വരിക. ഓക്കെ, നൗ ലിസൺ കെയർഫുള്ളി. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എഴുതുക. എപ്പോഴും നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ കണക്ക് ചെയ്യുമ്പോൾ 1ഉം 2ഉം ആദ്യം നമ്മൾ എഴുതണം. ഓക്കെ, ഒന്നാമത്തെ ട്രാൻസാക്ഷൻ, രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എഴുതണം. പർച്ചേസ് ഗുഡ്സ് 2, പർച്ചേസ് ഷോർട്ട് ആക്കിയതാണ്. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ക്യാഷ് കുറയണം, പക്ഷെ ഇവിടെ കടമായതുകൊണ്ട് ക്യാഷ് കുറയുന്നില്ല. സോ 0, ക്യാഷിന് നോ ചേഞ്ച്. പ്ലസ് സ്റ്റോക്ക് വർദ്ധിക്കുന്നു. എത്ര വർദ്ധിക്കുന്നു? 6500 വർദ്ധിക്കുന്നു, 6500 രൂപ വർദ്ധിക്കുന്നു. ഡെറ്റേഴ്സിന് യാതൊരു മാറ്റവും ഇല്ല. ഇവിടെ ക്യാപിറ്റലിന് യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല. ബട്ട് ഇവിടെ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ടീം വരുന്നു. നമ്മൾ പൈസ കൊടുക്കാനുള്ള ഒരാൾ വരുന്നു, ക്രെഡിറ്റേഴ്സ്. സോ സെക്കൻഡ് ട്രാൻസാക്ഷന്റെ എഫക്റ്റ് ആണത്. നമുക്കിനി ന്യൂ ഇക്വേഷൻസ് ഫോം ചെയ്യാം. ഒന്നാമത്തെ ട്രാൻസാക്ഷനും രണ്ടാമത്തെ ട്രാൻസാക്ഷന്റെയും എഫക്റ്റുകൾ തമ്മിൽ പരസ്പരം കൂട്ടിയാൽ മതി. 40,000ഉം 0 കൂടെ കൂട്ടിയാൽ
40,000. 6,500 പൂജ്യവും കൂടെ കൂട്ടിയാൽ 6,500. 0 + 0 = 0. 40,000 0 കൂടെ കൂട്ടിയാൽ 40,000. 6,500. സോ രണ്ട് സൈഡും ഈക്വൽ ആണോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. യെസ് ഇറ്റ് ഈസ് ഈക്വൽ. 46,500 ആണ്. അപ്പുറത്ത് 46,500 ആണ് വരിക. ഓക്കെ റൈറ്റ്. നമ്മൾ മൂന്നാമത്തെ ട്രാൻസാക്ഷൻസ് പെട്ടെന്ന് എഴുതുന്നു. ദാറ്റ് ഈസ് കോൾഡ് പെയ്ഡ് റെന്റ്. റെന്റ് പെയ്ഡ്. എന്താ ഇമ്പാക്ട് വരിക? ക്യാഷ് 500 രൂപ കുറയുന്നു, 500 രൂപ മൈനസ് ആവുന്നു. സ്റ്റോക്കിന് മാറ്റം വരുന്നില്ല, ഡെറ്റേഴ്സിന് മാറ്റം വരുന്നില്ല. ക്യാപിറ്റൽ 500 രൂപ മൈനസ് ആവുന്നു. ഇവിടെ ക്രെഡിറ്റേഴ്സിന് മാറ്റം വരുന്നില്ല. റൈറ്റ്. അതിന്റെ ടോട്ടൽ നമ്മൾ ന്യൂ ഇക്വേഷൻ എടുക്കുന്നു. 39,500 പ്ലസ് 6,500 പ്ലസ് 0. 39,500 പ്ലസ് 6,500. റൈറ്റ്. സോ വി ഗോട്ട് എ ബോത്ത് സൈഡ് ഈക്വൽ. 46,000 രണ്ട് സൈഡിലും കിട്ടും. ഇപ്പോഴും നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രോപ്പർ ആണ്. നാലാമത്തെ ട്രാൻസാക്ഷൻ, ദാറ്റ് ഈസ് ലാസ്റ്റ് ട്രാൻസാക്ഷൻ, സോൾഡ് ഗുഡ്സ്. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ആയതുകൊണ്ട് നമുക്ക് ക്യാഷിന് മാറ്റം വരുന്നില്ല. സ്റ്റോക്ക് എന്താവും? മൈനസ് 6,500 വരുന്നു. 6,500ന്റെ സ്റ്റോക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. പ്ലസ് ഡെറ്റേഴ്സ് ഉണ്ടാവുന്നു. ഡെറ്റേഴ്സിന്റെ വാല്യൂ 8,000 രൂപയാണ്. ഡെറ്റേഴ്സ് 6,500 എഴുതി പോരുത്. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പണം തരാനുള്ള ആളാണ്. 8,000 തരണം അയാള്. അപ്പൊ നമ്മൾ 8,000 തന്നെ എഴുതുക കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1,500 രൂപ പ്രോഫിറ്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ ക്യാപിറ്റൽ വർദ്ധിക്കുന്നു. ക്രെഡിറ്റേഴ്സിന് നോ ചേഞ്ച്. 1,500 പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. സോ പ്രോഫിറ്റ് വന്നപ്പോൾ നമ്മളിവിടെ ക്യാപിറ്റൽ ഇവിടെ കൂട്ടണം. ദ ന്യൂ ഇക്വേഷൻ വിൽ ബി 39,500 പ്ലസ് 0 സ്റ്റോക്ക് 8,000 ഡെറ്റേഴ്സ്. 39,500 8,000 കൂടെ കൂട്ടിയാൽ 47,500. ഇവിടെ 39,500 500 40,000 41,000 ക്യാപിറ്റൽ പ്ലസ് 6,500 47,500 തന്നെ. റൈറ്റ്. 47,500 കറക്റ്റ് ആണ്. 47,500 രണ്ട് ഭാഗത്തും വരും. സോ ദാറ്റ് ഈസ് എ കറക്റ്റ് ആൻസർ. ആൻഡ് ഇതേപോലെയാണ് നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടത്. ആദ്യം ചോദ്യം വായിച്ചു നോക്കുക, എന്നിട്ട് അതിനകത്ത് എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ജസ്റ്റ് നമ്മൾ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്തിട്ട് ഉറപ്പായിട്ടും പഠിച്ചു. ഞാൻ ക്വസ്റ്റ്യൻ ഇവിടെ വെക്കാൻ, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ബോത്ത് ആർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ. ആൻഡ് വൺ മോർ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. someone purchased goods for rupees 9,818. 9,818 ഗുഡ്സ് വാങ്ങുന്നു. and the trader allowed a discount of rupees 18 at the time of purchase. Identify the type of discount. 18 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ഈ ഡിസ്കൗണ്ട് നമ്മൾ എന്താണ് വിളിക്കുക? സാധനം വാങ്ങിച്ചപ്പോൾ കൊടുത്ത ഡിസ്കൗണ്ട് ആണ്. ഈ ഡിസ്കൗണ്ടിന്റെ പേരെന്താണ്? എക്സ്പെൻസ്. Yeah, that is an expense, right? Expense ആണ്. പക്ഷെ ആ ഡിസ്കൗണ്ട് ഒരു പേരുണ്ട്. ഹലോ, നമസ്കാരം. ഓക്കെ. ഈ ഡിസ്കൗണ്ടിന്റെ പേര് വെരി ഗുഡ്, ട്രേഡ് ഡിസ്കൗണ്ട് ആണ്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് മെൻഷൻ ദ അതർ ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട്, ദാറ്റ് ഈസ് കോൾഡ് അതർ ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട്. നമ്മൾ എന്താ വിളിക്കുക? ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് എ കറക്റ്റ് ആൻസർ. ട്രേഡ് ഡിസ്കൗണ്ട് ആണ് കറക്റ്റ് ആൻസർ. ട്രേഡ് ഡിസ്കൗണ്ട് ആണ് കറക്റ്റ് ആൻസർ. ആൻഡ് ദി അതർ ഡിസ്കൗണ്ട്, വേറൊരു ഡിസ്കൗണ്ടും കൂടി ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ക്യാഷ് ഡിസ്കൗണ്ട്. differentiate them with the one stated above. ടോട്ടൽ 4 മാർക്കിന്റെ ചോദ്യമാണ്. ആദ്യം ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നു.
അതർ ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട് പേരെന്ന് പറഞ്ഞാൽ ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. സാധനം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും കിട്ടുന്നതും കൊടുക്കുന്നതും ട്രേഡ് ഡിസ്കൗണ്ട് ആണ്. നമ്മൾ അതിന്റെ പണം കൊടുക്കുന്ന സമയത്ത് പ്രോംപ്റ്റ് ടൈമിൽ പേയ്മെന്റ് നടത്തുമ്പോൾ കൊടുക്കുന്നതാണ് എന്ത്? ക്യാഷ് ഡിസ്കൗണ്ട്. ഇപ്പൊ ഞാൻ 1 lakh rupees ഒരാൾക്ക് കൊടുക്കാനുണ്ട്, ഞാൻ ആ 1 lakh ഓൺ ടൈമിൽ കൊടുക്കുമ്പോൾ അയാൾ എനിക്കൊരു 1000 രൂപ തിരിച്ചു തരുന്നു, 99,000 കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ക്യാഷ് ഡിസ്കൗണ്ട്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ട്രേഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് അറ്റ് ദ ടൈം ഓഫ് ബൾക്ക് പർച്ചേസ് അല്ലെങ്കിൽ ബൾക്ക് സെയിൽസ്. പർച്ചേസ് ഓർ സെയിൽസിന്റെ ടൈമിൽ കിട്ടുന്നതാണെന്ത്? ട്രേഡ് ഡിസ്കൗണ്ട്. പേയ്മെന്റ് ഓർ റെസീറ്റ് ഓഫ് മണി, റെസീറ്റ് ഓഫ് ക്യാഷിന്റെ ടൈമിൽ കിട്ടുന്നതാണെന്ത്? ക്യാഷ് ഡിസ്കൗണ്ട്. ഇറ്റ് വിൽ നോട്ട് ഷോൺ ഇൻ ദ ബുക്ക്. ബുക്കിൽ കാണിക്കില്ല. ട്രേഡ് ഡിസ്കൗണ്ട് ബുക്കിൽ കാണിക്കില്ല. ഇവിടെ നമ്മൾ 9,800 പാണ്ട് ഡിസ്കൗണ്ട് ആണെങ്കിൽ 9,800 ബുക്ക് കാണിക്കുള്ളൂ. ഇപ്പുറത്തോ ഇറ്റ് വിൽ ഷോസ് ഇൻ ദ ബുക്ക്. ഇറ്റ് വിൽ ഷോ, ബുക്കിൽ കാണിക്കും. ഇത് ബുക്കിൽ കാണിക്കില്ല. ഇതാണ് ഡിഫറൻസ്. ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടിന്റെ ഡിഫറൻസ് പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കും. അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു 50% മുകളിൽ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും അത് മനസ്സിലാക്കി വെക്കുക. ടേം അറിയില്ലെങ്കിൽ ചോദിക്കുക. ഇഫ് യു ഹാവ് എനി ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിക്കാം. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അതിനിടയ്ക്ക് ഞാനിവിടെ ജേണലിന്റെ റൂള് നിങ്ങൾ പഠിച്ചിട്ട് വന്നാൽ മതി അടുത്ത ക്ലാസ്സിലേക്ക്. ദാറ്റ് ഈസ് അസറ്റ്, ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, എക്സ്പെൻസ്. അത് കൂടുമ്പോൾ ഡെബിറ്റ്, കുറയുമ്പോൾ ക്രെഡിറ്റ് എന്നുള്ള റൂൾ ഉണ്ട്. ആ റൂള് നിങ്ങൾ പഠിച്ചിട്ട് വരിക. നമുക്ക് അത് വെച്ചുകൊണ്ട് ജേണൽ പ്രിപ്പറേഷൻസ് ഡിസ്കസ് ചെയ്യാം. ഇഫ് യു ആർ ഓക്കെ ടു സിറ്റ്, I will give 10 more minutes to explain this. Previous course നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. If you are okay, you can type okay. ഒരു 15 മിനിറ്റ് കൂടി ഇരിക്കാൻ ഓക്കെ ആണെങ്കിൽ ഞാൻ ഈ ചാപ്റ്റർ ഒന്ന് ഓടിച്ചു പറയാം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. 3 to 7 മാർക്ക് വരെയാണ് ഈ ചാപ്റ്ററിന് ചോദ്യം കണ്ടിട്ടുള്ളത്. ലാസ്റ്റ് 3 ഇയേഴ്സിൽ 3 മുതൽ 7 മാർക്ക് വരെ ചോദ്യം വരുന്ന ഒരു ചാപ്റ്റർ ആണ് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. If you can sit 10 more minutes, you can write okay, or next ക്ലാസ്സിലേക്ക് മതിയെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയാം. ഓൾറെഡി ഒരു 130 minutes ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചോദിച്ചത്. നാളത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാനാണോ? നെക്സ്റ്റ് ക്ലാസ്. സോ അതെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങും അതേപോലെ നമ്മുടെ സബ് ഡിവിഷൻ ഓഫ് ജേണൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊരു 3 to 7 മാർക്ക് വരെ നമുക്ക് ഈ ചാപ്റ്റർ എക്സ്പെക്ട് ചെയ്യാം. 5 to 10 മാർക്ക് വരെ ചോദ്യം വരുന്ന ചാപ്റ്ററാണ് സബ് ഡിവിഷൻ ഓഫ് ജേണൽ. മിനിമം 5 അത് മാക്സിമം 10 മാർക്ക് വരെ ചോദിക്കാറുണ്ട് ആ ചാപ്റ്ററിന്. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. 2 ചാപ്റ്റർ നിങ്ങൾ നോക്കിയിട്ട് വരിക. നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വരിക.